വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഓണം ഇങ്ങെത്തിയെന്ന് തുടക്കത്തിൽ പറഞ്ഞില്ലേ? ഓണക്കാലത്ത് ജനത്തിന് ആശ്വാസമായി സപ്ലൈകോ ഓണം ഫെയർ ഇന്നു മുതൽ തുടങ്ങുകയാണ്. അല്പസമയത്തിനകം സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സപ്ലൈകോ ശബരി ബ്രാൻഡിലെ വെളിച്ചെണ്ണയുടെ വിലയും കുറച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ലിറ്ററിന് സബ്സിഡി നിരക്കിൽ 339 രൂപയ്ക്കും സബ്സിഡി ഇതര നിരക്കിൽ 389 രൂപയ്ക്കും വെളിച്ചെണ്ണ ലഭിക്കും. ഓണത്തിനായി 2.5 ലക്ഷത്തോളം ക്വിന്റൽ ഭക്ഷ്യധാന്യങ്ങളാണ് സംഭരിച്ചിരിക്കുന്നത്. അരുൺ സോളമൻ, അലി അക്ബർ ഷാ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ തിരക്കൊക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ സോളമൻ, ഉത്രമാണ്, നാളെ അത്തമാണ്. അപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൊക്കെ സാധനങ്ങളൊക്കെ എത്തി, എല്ലാം നിറഞ്ഞോ? ഒരു സമൃദ്ധി നിറഞ്ഞ ഒരു ഓണത്തെ വരവേൽക്കാനായിട്ട് സപ്ലൈകോയും എല്ലാവിധ ഒരുക്കങ്ങളുമാണ്. ഞാനിപ്പോഴുള്ളത് അട്ടക്കുളങ്ങര പീപ്പിൾസ് ബസാറിലാണ്. ഇവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആളുകൾ സാധനങ്ങൾ വാങ്ങി ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ജനങ്ങളെ ഏറ്റവും കൂടുതൽ വലച്ചത് തീ പൊള്ളുന്ന വിലക്കയറ്റത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ വില ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ കഴിഞ്ഞു എന്നുള്ളതാണ്. ചേട്ടാ, ഇപ്പോൾ ചേച്ചി ഇന്നിപ്പോൾ ഏത് വെളിച്ചെണ്ണ ഇവിടെ നിന്ന് മേടിച്ചേ? വെളിച്ചെണ്ണ വാങ്ങിച്ചത് ശബരിയുടെ വെളിച്ചെണ്ണ. എത്ര രൂപയ്ക്കാണ് കിട്ടിയേ? 339 രൂപയ്ക്ക്. എങ്ങനെയുണ്ട് പൊതുവിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ? എങ്ങനെയുണ്ട് സപ്ലൈകോയിൽ? വില കുറവുണ്ട്. സപ്ലൈകോയിൽ വില കുറവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. എല്ലാ സാധനങ്ങളും കിട്ടിയോ വന്നപ്പോൾ? എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വരുന്നത്? എല്ലാ സ്ഥിരമായി വരാറുണ്ടോ? സുജയ, ഇതാണ് ആദ്യത്തെ തന്നെ പ്രതികരണം. ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ്. സാധനങ്ങളെല്ലാം തന്നെ വില കുറഞ്ഞിരിക്കുന്നു. പ്രധാനമായും ശബരി ബ്രാൻഡിന്റെയും അരുൺ സോളമനോടൊപ്പം തന്നെ സപ്ലൈകോയിലെ വില നിലവാരം കാണിക്കുന്നതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്നു മുതൽ അപ്പോൾ സപ്ലൈകോയിലേക്ക് ഓണം ഫെയർ തുറന്ന് കിട്ടുകയാണ്. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ സബ്സിഡി നിരക്കിലും ഒക്കെ സാധനങ്ങളൊക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അരുൺ സോളമൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോകണം. അലി അക്ബർ ഷാ ഉണ്ട്. അലി അക്ബർ ഷാ, ഇപ്പോൾ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി. ആ ഉദ്ഘാടനത്തിന് ശേഷം എന്തെങ്കിലും പറയുമോ എന്ന് കൂടി നോക്കിയതിന് ശേഷം ഞാൻ അലിയിലേക്ക് വരാം. അതെ, മുഖ്യമന്ത്രി സംസാരിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയ്ക്കടക്കം വില കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓണക്കാലമാവുകയാണ്. ഓണം ഫെയർ സാധനങ്ങൾ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങി ഒരുക്കണം ഓണത്തിന്. ആ ഒരുക്കത്തിനായിട്ടുള്ള ഒരുക്കം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയിലേക്ക്. സപ്ലൈകോ ഓണം ഫെയറുകൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി, സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ജില്ലാതല ഫെയറുകളും ഇന്ന് ആരംഭിക്കുകയാണ്. ആഗസ്റ്റ് 31 മുതൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയർ ഒരു പ്രധാന ഔട്ട്ലെറ്റിനോടനുബന്ധമായി നടത്തുമെന്നതും ഒരു പ്രത്യേകതയാണ്. അതിനു പുറമെയാണ് ഇവിടെ പരാമർശ തരത്തിലുള്ള സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം സപ്ലൈകോ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അലി അക്ബർ ഷാ, അങ്ങനെ ഓണം ഫെയർ മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഓണക്കിറ്റിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറായി അങ്ങനെ ഇരിക്കുകയാണ്. കൊച്ചിയിൽ എന്തായി? സാധനങ്ങളൊക്കെ വന്ന് ഔട്ട്ലെറ്റുകളൊക്കെ നിറഞ്ഞോ? സുജയ, തീർച്ചയായും വളരെ മനോഹരമായ ഒരു ഓണക്കാലത്തെ വരവേൽക്കാൻ സജ്ജമായി കഴിഞ്ഞു സപ്ലൈകോ എന്നുള്ളതാണ്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കൈതൊട്ടാൽ പൊള്ളുന്ന നിലയിലേക്ക് എത്തി ജനങ്ങളെ വല്ലാത്തൊരു ഭീതിയിലാഴ്ത്തിയത് വെളിച്ചെണ്ണയായിരുന്നു. അവിടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ശബരി വെളിച്ചെണ്ണ 339 രൂപയ്ക്ക് കിട്ടുമെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റിലാണ്, കടവന്ത്ര സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ്. ഈ പറഞ്ഞതുപോലെ സാധനങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധന സാമഗ്രികളെല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡിംഗ് തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഈ 339 രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാൻ തുടങ്ങിയത് ഇന്നാണ്. പക്ഷേ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. നാളെയോടുകൂടി വീണ്ടും വെളിച്ചെണ്ണ കൊടുത്തു തുടങ്ങാൻ കഴിയും. ലോഡ് എത്തിയിട്ടുണ്ട്. അത് ബില്ലിലേക്ക് ഒന്ന് കൊണ്ടുവരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വൈകുന്നേരം വന്ന കുറച്ച് കൺസ്യൂമേഴ്സിന് മാത്രം ഈ പറഞ്ഞതുപോലെ കിട്ടിയിട്ടില്ല വെളിച്ചെണ്ണ എന്നുള്ളതാണ്. മറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ്. ബാക്കി സബ്സിഡി സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, സബ്സിഡി സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ വെളിച്ചെണ്ണയുടെ കാര്യം എങ്ങനെയാണ്? 1-2 പേർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു, വന്നിട്ടുണ്ട്. ബില്ലിങ്ങിന് ആയിക്കഴിഞ്ഞാൽ നാളെ മുതൽ കൊടുത്തു തുടങ്ങും.
ഇന്ന് രാവിലെ കൊടുത്തത് 339-നാണോ? അതെ അതെ, അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. അതിപ്പോൾ നമുക്ക് തീർന്നു, പുതിയത് വന്നിട്ടുണ്ട്. നാളെ മുതൽ അത് കൊടുത്തു തുടങ്ങും. മുളക് സബ്സിഡി നിരക്കിൽ എത്ര കിലോ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്? 1 കിലോ മുളക് ഇന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ? വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാക്കിംഗ് ആയിക്കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ കൊടുത്തു തുടങ്ങും. നാളെയോടുകൂടി മുളകും വെളിച്ചെണ്ണയും തയ്യാറാകുന്നതോടെ എല്ലാ സബ്സിഡി സാധനങ്ങളും തയ്യാറാണ്. അതെ. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? ഓണത്തിൻ്റെതായ ഒരു തിരക്കിലേക്ക് കടന്നോ? കടന്നിട്ടുണ്ട്. എന്തായാലും സുജിയ, ഇന്ന് വൈകുന്നേരം ആവുന്നതോടുകൂടി തന്നെ ആളുകളൊക്കെ എത്തിത്തുടങ്ങുകയാണ്. എന്തായാലും പൂർണ്ണ സജ്ജമാണ്. ഒരു പരിധിവരെ ജനങ്ങൾക്ക് സമാധാനമുള്ള ഒരവസ്ഥയിലേക്ക് വില നിലവാരം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ലോഡ് കൂടി ഇറക്കി നാളെ രാവിലെയോടുകൂടി തന്നെ പൂർണ്ണ സജ്ജമാകും. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മുളകും കൂടി ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാ സബ്സിഡി സാധനങ്ങളും കൃത്യമായ ഈ പറഞ്ഞ നിരക്കിൽ തന്നെ കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഔട്ട്ലെറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റ് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള തിരക്കും സാധനങ്ങൾ ഇല്ലാതായാലുള്ള ബുദ്ധിമുട്ടും ഒക്കെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് എന്തായാലും സജ്ജമായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ, വാക്ക് കൊടുത്തതുപോലെ ഒരു ഇടപെടൽ വെളിച്ചെണ്ണ വിലയുടെ കാര്യത്തിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഒരു മനോഹരമായ ഗംഭീരമായ ഓണത്തെ വരവേൽക്കാൻ മലയാളികൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ സപ്ലൈകോ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങൾ തന്നെയാണ്, അതിന്റെ സന്തോഷം തന്നെയാണ് നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നുമെല്ലാം പങ്കുവെക്കാനുള്ളതും. സുജിയ. ഓക്കെ, അലി അക്ബർ ഷായാണ് കൊച്ചിയിലെ സപ്ലൈകോയുടെ കടകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാഴ്ചകൾ പങ്കുവച്ചത്.